ഹായ് ഓൾ, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ടീ കേക്ക് റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല സ്പോഞ്ചി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബേക്കറി സ്റ്റൈൽ ടൂട്ടി ഫ്രൂട്ടി ടീ കേക്കാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ ബട്ടൺ പ്രസ് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റി വെക്കാവേ. അതിനായിട്ട് അരിപ്പയിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊരു 2-3 തവണ നന്നായിട്ടൊന്ന് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല, ബേക്കിംഗ് പൗഡർ മാത്രം മതിയാവും. അടുത്തതായിട്ട് 4 മുട്ട എടുത്തിട്ട് വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് വൈറ്റ് ആദ്യം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മുട്ടവെള്ളം തന്നെ ഇത്രയും നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചിട്ടുള്ള 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട, ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ശരിക്കും ചിലർക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നും അല്ലേ, എഗ് വൈറ്റും യോക്കും ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേക്കിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേ മുട്ടവെള്ളയും പഞ്ചസാരയും കൂടി നല്ല ക്രീമി ആയിട്ട് ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ എഗ് യോക്ക് 4 എണ്ണവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ കൂടെ തന്നെ നമുക്ക് എസൻസുകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ആ കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ ബട്ടർ എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 ഡ്രോപ്സ് മിൽക്ക് എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം മിൽക്ക് എസൻസും ബട്ടർ എസൻസും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസൻസ് മാത്രം ചേർത്താലും മതിയാവും. പൈനാപ്പിൾ എസൻസ് ചേർക്കുമ്പോൾ ശരിക്കും ആ ബേക്കറി സ്റ്റൈൽ ടീ കേക്ക് നമുക്ക് കിട്ടും. ഇനി പൈനാപ്പിൾ എസൻസും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം വാനില എസൻസ് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്തിട്ടുണ്ട് ആ ഒരു ബേക്കറി സ്റ്റൈലിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഫുഡ് കളറും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒറ്റ ഡ്രോപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ചെറിയൊരു ലൈറ്റ് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എസൻസും കളറും ആ എഗ് യോക്കും എല്ലാം കൂടി നമുക്ക് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഇവിടെ ബീറ്റ് ചെയ്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 കപ്പ് 60 ml ആണ്. അപ്പോൾ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് ലോ സ്പീഡിൽ നമുക്ക് അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും ചേർത്ത് കൊടുക്കാം കേട്ടോ. മുഴുവനും ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളവർ 2-3 തവണയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഞാനിവിടെ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്ററിൻ്റെ ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സായി കിട്ടും കേട്ടോ. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും ചേർത്തിട്ട് ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് റെഡ് കളർ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ മിക്സഡ് ആയിട്ട് നമ്മുടെ യെല്ലോയും ഗ്രീനും റെഡും എല്ലാം കിട്ടുന്നവർ അങ്ങനെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ആ ടൂട്ടി ഫ്രൂട്ടിയിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് കേക്ക് ബാറ്ററിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. 7 ഇഞ്ചിൻ്റെയോ 8 ഇഞ്ചിൻ്റെയോ പാൻ എടുക്കാവേ. ഞാനിപ്പോൾ 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ടീ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് എപ്പോഴും സ്ക്വയർ പാൻ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 35 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓരോരുത്തരുടെയും ഓവൻ്റെയൊക്കെ ടെമ്പറേച്ചറിനനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് ടിന്ന് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് ടാപ്പ് കൂടി ചെയ്യാം കേട്ടോ. ഈ ഒരു കേക്ക് ഓവനിൽ മാത്രമല്ല കേട്ടോ, ഓവനില്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ ബേക്കറി സ്റ്റൈൽ ടൂട്ടി ഫ്രൂട്ടി ടീ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. കേക്ക് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് കട്ട് ചെയ്യുന്നത്. ഏത് കേക്കാണെങ്കിലും ഒരു ദിവസം വെച്ചിട്ട് പിറ്റേന്ന് കട്ട് ചെയ്യുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് ചെറിയൊരു ലൈറ്റ് യെല്ലോ കളറും ആ യെല്ലോ കളറിൽ നല്ല റെഡ് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമാണ്. ആ റെഡിൻ്റെ കൂടെ ഗ്രീനും യെല്ലോയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ 3 കളറും കിട്ടുന്നവർ അങ്ങനെ ചെയ്യുക. അപ്പം നമ്മുടെ ബേക്കറി സ്റ്റൈൽ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ടീ കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. അതുമാത്രം പോരാ കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ വേറൊരു കിഡിലുള്ള റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.